ഹായ്, ഇസ്രായേലിൽ നിന്നാണേ. അപ്പോൾ ഇന്നും വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ, നമ്മുടെ ഓറഞ്ച് മരത്തിൻ്റെ വിശേഷതകൾ. 1.5 മീറ്റർ ഹൈറ്റിൽ നിൽക്കുന്ന വളരെ കുഞ്ഞൊരു മരമാണ് നമ്മുടെ ഈ ഊട്ടി ഓറഞ്ച്. ഞാനിവിടെ വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ചെറുതായിരുന്നു, പക്ഷേ അന്നും ഇതുപോലെ കായ്കളുള്ള സമയത്താണ് ഞാനിവിടെ വരുന്നത്. കഴിഞ്ഞ സീസണിൽ ഇതിൻ്റെ കായ്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളത് പ്രൂൺ ചെയ്ത് നിർത്തി. ഇതിന് മരുന്നുകളൊന്നും നമ്മൾ കൊടുക്കത്തില്ല, നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തും. പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഉണങ്ങിപ്പോകാതിരിക്കാനും നമ്മൾ കുമിൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും ചെതൽ കയറാതിരിക്കാനും ഒക്കെ കുമിൾനാശിനി അടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ തുരിശെന്ന് പറയുന്ന സാധനം, അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഫോയിൽ കവർ ഇട്ടിട്ട് പൊതിഞ്ഞ് കെട്ടി നിർത്തും. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നല്ല കളർപ്പുകളും നല്ല തളിർപ്പുകളും ഒക്കെ വന്നിട്ട് പുതിയൊരു പ്ലാന്റായിട്ട് രൂപപ്പെട്ടു വരും. അങ്ങനെയാണ് ഇവിടെ ഫലവൃക്ഷങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മുടെ ചെറിയ ഓറഞ്ച് മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും, ഞാൻ താഴെ ഇരുന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം മുകൾ ഭാഗത്ത് ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ കായകളുണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം മുകളിൽ നിന്ന് പഴുത്തു തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ പിച്ചിയെടുക്കും. പിന്നെ താഴോട്ടുള്ളത് അധികം വെയിൽ ചെല്ലാത്തിടമായതുകൊണ്ട് അത് അവിടെ എങ്ങനെ നിൽക്കും. ഇത് കണ്ടോ, നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ പിച്ചിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പറയാൻ വിഷങ്ങൾ അടിക്കുന്നില്ല, പിന്നെ നമ്മുടെ ആവശ്യത്തിന് മാത്രം. ഇത് പാതിയും താഴെ വീണ് പോകും. ഇതിൻ്റെ ചുവട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, താഴേക്ക് കിടക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കും. എല്ലാ വീടുകളിലും ഓറഞ്ചുണ്ട്, ലിച്ചിയുണ്ട്, പിന്നെ കുംക്യാറ്റ്സ് ഉണ്ട്, അങ്ങനെ അത്യാവശ്യം ഓമയ്ക്കയുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫലങ്ങളും ഇവിടെയുണ്ട്, അവക്കാഡോ. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവരവർ ആവശ്യത്തിന് അവരവർക്ക് എടുത്ത് കഴിക്കാം, മാത്രമേ ഉള്ളൂ. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മരത്തിൽ തന്നെ നിന്ന് പോകും, അല്ലെങ്കിൽ കിളികൾ കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ നോക്കിയാൽ കാണാം, വളരെ ചെറിയ മരമാണ്, നല്ല ഭംഗിയിലിങ്ങനെ നിൽക്കുകയാണ്. മുകളിലും ഉണ്ടായിരുന്നു, ഇനി അവിടെ ഇവിടെയൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം പിച്ചി എടുത്തതാണ് കേട്ടോ. അന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ സാഹചര്യം ഒത്തില്ല. ഇസ്രയേലിൻ്റെ ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ടാട്ടോ. ഇതാ കണ്ടോ, പഴുത്ത് നല്ല മിടുക്കന്മാരായിട്ട് നിൽക്കുക. ഇത് കാണുമ്പം പലർക്കും കൊതിയാവുന്നുണ്ടായിരിക്കും അല്ലേ, നമ്മുടെ നാട്ടിലും ഇങ്ങനെ കിട്ടുമോയെന്ന്. നമ്മുടെ നാട്ടിൽ പല നഴ്സറിക്കാർ പറയുന്നുണ്ട് മേടിച്ച് വെക്കുന്നതൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ടെന്ന്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ഒരു കുരുവിക്കുട്ടൻ കൂടുണ്ടാക്കുകയാണ്. ശല്യപ്പെടുത്താതെ നമുക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വലിയ പ്രശ്നങ്ങളൊന്നും കൊടുക്കാതെ മരം അനക്കാതെ നമ്മൾ വീഡിയോ എടുത്തിങ്ങി പോരുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നമ്മുടെ നാട്ടിലും വാങ്ങി വെച്ച് നോക്കിക്കോളൂ കേട്ടോ. പലരും അവകാശപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഓറഞ്ചുകളൊക്കെ ഉണ്ടാകുമെന്നും. നഴ്സറിക്കാർ പലരും പറയുന്നുണ്ട് നിറച്ച് കായ്ക്കുമെന്നും. ചിലപ്പോൾ സത്യമായിരിക്കാം, അറിയില്ല. പക്ഷേ ഇവിടെ കണ്ടോ, ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇവിടെ ഫലവൃക്ഷങ്ങളെല്ലാം നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. അതിന് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണോ, ഇനിയും തണുപ്പിൻ്റെ പ്രത്യേകതയാണോ ഒന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ തണുപ്പാണ്, മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേക്കും നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇനി ഒരു 2 മഴയും കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിനകം പുഴുക്കാൻ തുടങ്ങും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിച്ച് കഴിക്കുന്ന ഓറഞ്ചിൻ്റെ സീസണാണ്. ഈ ഓറഞ്ച് ഒരു നവംബർ മാസം ഡിസംബറൊക്കെ പാതിയാകുമ്പോഴത്തേനും ഫിനിഷാകും. അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ.